എല്ലാവർക്കും ടെക്നിക്കൽ ഫോർമുലയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രിഡ്ജ് കൂളിംഗ് ആവാതിരുന്നാൽ എങ്ങനെ ശരിയാക്കാമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ കാണാൻ ഈ ഫ്രിഡ്ജ് ഓണാണ്. ഇതിനകത്ത് ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് തണുക്കത്തില്ല. ഫ്രിഡ്ജ് എല്ലാവർക്കും വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഇത്. എങ്ങനെ ഈസി ആയിട്ട് ശരിയാക്കാൻ നമ്മൾ നോക്കുന്നത്. കൂളിംഗ് ഒക്കെ ഫുള്ളാക്കിയിട്ടാലും ഫ്രിഡ്ജ് തണുക്കത്തില്ല. ഇങ്ങനെ ലൈറ്റ് കത്തി കിടക്കും, അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ചീത്തയായി പോകും. ഇങ്ങനെ പൊതുവെ വരാറുള്ളൊരു കംപ്ലയിൻ്റ് ആണ് ഇത്. എങ്ങനെ നമ്മൾ ശരിയാക്കാൻ പോകുന്നത്? വെള്ളമൊക്കെ തണുത്തിട്ടില്ല, എല്ലാം ഓണായി കിടക്കുന്ന ഫ്രിഡ്ജിനകത്ത് എല്ലാം സ്മെല്ലും ഒക്കെ ആയിരിക്കുക. ഇതിപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നതെന്ന് നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ താഴെ അതിൻ്റെ കംപ്രസർ ഇരിക്കുന്ന ഭാഗത്ത് ചെല്ലുക. ഫ്രിഡ്ജ് ഓഫ് ആയതിനു ശേഷം അവിടെ ഒരു ക്യാപ്പ് കാണാം, അത് ഊരി മാറ്റുക. ഊരി മാറ്റിയിട്ട് അവിടെ ഒരു റിലേ കാണാം, അതും പതുക്കെ ഊരുക. ചിലപ്പോൾ ഇച്ചിരി കട്ടിയായിരിക്കും അത്, ഒരുപാട് നാളായ ഫ്രിഡ്ജാണെങ്കിൽ. ഇത് നമ്മളൊന്ന് ഊരിയെടുക്കുക. അപ്പോൾ അതിലോട്ട് 2 വയറുകൾ കാണാം. വളരെ സിമ്പിളാണ് ശരിയാക്കാൻ. ആ 2 വയർ കാണാം. അത് നമ്മൾ ഊരാതെ തന്നെ, ഊരേണ്ട കാര്യമില്ല. നമ്മളൊരു മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്ററോ, ഇപ്പോൾ ഞാനൊരു കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ് എടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ആ വയർ അവിടം വരെ സപ്ലൈ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ മീറ്റർ ബസറിലിട്ടാലും നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഫേസ് അവിടം വരെ വരുന്നുണ്ട് ചെക്ക് ചെയ്യുവാണ്, കണ്ടോ. അപ്പം അവിടെ ഫേസ് എത്തുന്നുണ്ട്. കംപ്രസർ റിലേ വരെ ഫേസ് എത്തുന്നുണ്ട്. അടുത്ത ന്യൂട്രൽ വരുന്ന കറുത്ത വയർ, അതും അവിടം വരെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സപ്ലൈ കംപ്രസറിൻ്റെ റിലേ വരെ എത്തുന്നുണ്ട്. പക്ഷേ കംപ്രസറിലോട്ട് സപ്ലൈ വരാത്തതുകൊണ്ടാണ് ഫ്രിഡ്ജ് കൂളിംഗ് ആകാത്തത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ റിലേ അങ്ങ് ഊരുക. അപ്പോൾ റിലേയുടെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പുതിയ റിലേ എടുത്തിട്ടുണ്ട്. ഇത് പുതിയ മോഡലിലെ റിലേ, കപ്പാസിറ്ററും കൂടെ വരുന്ന ടൈപ്പ് റിലേയാണ്. ഫ്രിഡ്ജ് ഒരു 10 വർഷത്തോളം ആയതാണ്. അന്ന് അത്രയും റിലേ ആയിരുന്നു. ഇപ്പോൾ വരുന്നത് ഈ ടൈപ്പ് റിലേ ആണ്. ഇത് നമ്മളെടുക്കുക, അതിനകത്ത് കുത്തി വെച്ചേക്കുന്ന വയറെല്ലാം ഊരുക. അത് ഊരി മാറ്റുക. ആ കപ്പാസിറ്റർ ഊരിയിട്ട്, ഇത് വെറുതെ കുത്തി വെച്ചേക്കുന്ന അതിനകത്ത് ആ റിലേ പുതിയ വരുന്നതിനകത്തൊക്കെ അത് നമ്മളൊന്ന് ഊരിയെടുക്കുക. ഓക്കെ, നമ്മളത് ഊരിയിട്ടുണ്ട്. അതിനുശേഷം അത് കണ്ട റിലേയും അതിൻ്റെ ഓവർലോഡ് പ്രൊട്ടക്ഷനുമാണ്. അത് റിലേ കാണാം, 3-4 പിന്നുകൾ കാണാം. അതുപോലെ തന്നെ OLPയിലും ഒരു പിന്ന് കാണാം. അങ്ങനെ സപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, അത് ഫേസിലിന് റിലേയുടെ, കറുത്ത റിലേയുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴത്തെ പിന്നെ കുത്തുക. ന്യൂട്രൽ OLPയിൽ ഒറ്റ പിന്നെ കാണത്തുള്ളൂ, അതേ കുത്തുക. അടുത്ത കപ്പാസിറ്റർ, ബാക്കിയുള്ള 2 പിന്നുകൾ കാണാം. ആ റിലേയുടെ മുകൾ ഭാഗത്തായിട്ട് കണ്ട 2 പിന്നുകൾ, അവിടെ കപ്പാസിറ്റർ കുത്തുക. കപ്പാസിറ്റർ നമ്മൾ കുത്തുക. അതിൻ്റെ ഇൻസുലേഷനൊക്കെ കറക്റ്റായിട്ട് കയറ്റിയ കാര്യം, അവിടെ വെള്ളമൊക്കെ വീഴുന്ന ഭാഗമാണ് ഫ്രിഡ്ജിൻ്റെ. അപ്പം നമ്മൾ ഇൻസുലേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ഷോർട്ട് സർക്യൂട്ടൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളത് കംപ്രസറെ കയറ്റിയിടുക. ആ പഴയ റിലേ ഇരുന്ന പോലെ തന്നെ അതങ്ങോട്ട് കയറ്റിയിടുക. ഓക്കെ, കയറ്റിയിട്ടു. ഇനി നമ്മളത് ഓണാക്കുന്നതിന് മുന്നേ ഒരു ക്ലാം മീറ്റർ എടുക്കുക. ഇതിൻ്റെ ആംബിയർ ടെസ്റ്റ് ചെയ്യാനാണ്. കംപ്രസറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതുകൊണ്ടാണ് റിലേ പോയത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലാം മീറ്റർ. അതിനകത്ത് 20 എന്ന് എഴുതിയേക്കുന്നത്, 20 ആംബിയറിലോട്ട് ഇടുക. അത് നമ്മുടെ കംപ്രസറിലോട്ട് കുത്തിയേക്കുന്ന 2 വയറുകൾ കാണാം, ന്യൂട്രൽ ഫേസും. അതിനകത്ത് ആ ഫേസ് ലൈനിലോട്ട് അത് ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, ക്ലാം മീറ്റർ ഇനി നമ്മളിന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് 0.5 ആംബിയറൊക്കെയാണ് വരുന്നത്. ഇപ്പം നോർമലി ഉള്ള ആംബിയറാണ്. 1 ആംബിയർ താഴെ ആയിരിക്കും വരാറുള്ളത്. ഇപ്പം ഫ്രിഡ്ജ് ഓണായി, മോട്ടർ ഓടാൻ തുടങ്ങി. നമ്മളതിൻ്റെ ആ കറുത്ത കണ്ടൻസർ പൈപ്പുകളിലൊക്കെ ഒന്ന് പിടിച്ച് നോക്കാമെങ്കിൽ അറിയാം അത് ചൂടാവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചൂടാവുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് കൂളിംഗ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൈപ്പുകളൊക്കെ ചൂടായി വരുന്നുണ്ട്. അത് ചൂടാവുന്നുണ്ട്.
ഇപ്പോൾ ഫ്രിഡ്ജ് കൂളിംഗ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഓടി കഴിയുമ്പോഴേ നമുക്ക് അറിയത്തില്ല ആംബിയർ കൂടുന്നുണ്ടോ നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആംബിയർ കുറഞ്ഞു വരുവാണ്. അപ്പോൾ കുഴപ്പമില്ല, വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഫ്രിഡ്ജ് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഓൺ ചെയ്തിട്ടേക്കുവാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകം ഒന്ന് തുറന്ന് നോക്കാം. അകത്ത് തണുപ്പാവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പം ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടേക്കുവാണ്. അത് നമ്മൾ തുറന്നു. ഫ്രീസറിൽ തൊട്ട് നോക്കിയാലേ പെട്ടെന്ന് അറിയത്തുള്ളൂ. ഓക്കെ, ചെറുതായിട്ട് തണുപ്പാകുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൻ്റെ മുകൾ ഭാഗത്ത് തൊട്ട് നോക്കണം. അതായത് ഇങ്ങനെ ഫ്രിഡ്ജ് കൂളിങ് തണുപ്പാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ മോട്ടർ റണ്ണിങ് ആയി അത് തണുപ്പാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടേക്കുവാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ അത് ഉപകാരപ്രദമാകും. ഫ്രിഡ്ജ് ഓൺ ചെയ്ത് ഓക്കെ, റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.